പാലായിലെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പന് വിജയാശംസകളുമായി ചാണ്ടി ഉമ്മനും ഷാഫി പറമ്പിലും പാലായിലെത്തി. പാലായിൽ UDFന്റെ വിജയം ഉറപ്പാണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിക്കുന്ന UDF സർക്കാരിൽ മാണി സി കാപ്പന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അദ്ദേഹം അടുത്ത മന്ത്രി കൂടിയുണ്ട്. കേരളത്തെ പ്രതിനിധിക്കുന്ന മന്ത്രിയായിരിക്കും. UDF സർക്കാരിൽ UDFന്റെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ മികച്ച ഒരു വകുപ്പുമായി അദ്ദേഹം മന്ത്രിയായിരിക്കും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് പാലയിലെ ജനങ്ങളിൽ ഇവിടെ വന്നപ്പോൾ തന്നെ ഓരോ സംസാരിക്കും, അതാണ് അവർ വികാരം. കാരണം കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹം നാടിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ജനവിശ്വാസമാണ്. ജനവിശ്വാസം ആർജിച്ചെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമില്ല. ആ ജനവിശ്വാസം അദ്ദേഹം തൻ്റെ പ്രവർത്തനം കൊണ്ട് ആർജിച്ചെടുത്തിട്ടുണ്ട്. UDFന്റെ തട്ടകമാണ്, UDFന്റെ കോട്ടയാണ്, UDFന്റെ ഏറ്റവും ശക്തി കേന്ദ്രമാണ്, ശക്തി ദുർഗമാണ് പാല. അവിടെ നിന്ന് ശ്രീ മാണി സി കാപ്പൻ MLA മാത്രമല്ല, അടുത്ത മന്ത്രിസഭ മെയ് 5 ഉണ്ടാവുന്ന മന്ത്രിസഭയാണ്. മെയ് 4 സർക്കാർ ഇലക്ഷൻ ജയിക്കും. UDF 5 മുഖ്യമന്ത്രി ഉണ്ടാവും. അതിനകത്ത് അദ്ദേഹം നാടിന്റെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ UDF നേതൃത്വത്തിലുള്ള സർക്കാരിന് കഴിയുമെന്ന് മാണി സി കാപ്പൻ പറഞ്ഞു. പോസ്റ്ററുകളും ചുവരെഴുത്തും ഫ്ലെക്സുകളുമാണ് ഇവിടുത്തെ വിജയം തീരുമാനിക്കുന്നെങ്കിൽ ഒന്നാം നമ്പർ രണ്ടാമത് പക്ഷെ റിസൾട്ട് വരുമ്പോൾ ഒന്നാമത്തെ ആയിരത്തി രണ്ടൊന്നും തരത്തില്ല. ഞാൻ കുറിച്ച് കൊണ്ടുവന്നത് ഗ്രാമീണ മേഖലകളിൽ പഞ്ചായത്ത് നേരത്തെ പാലായെ സംബന്ധിച്ചിടത്തോളം പാലായിലെ മുനിസിപ്പാലിറ്റിയിലെ 2 വാർഡുകളിൽ മാത്രമുള്ള വികസനമായിരുന്നു. ഇപ്പോൾ വികസനത്തിരിക്കുന്ന നാട് മുഴുവൻ. ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളോട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ ഒരു 2 മാസമായിട്ട് അഹോരാത്രം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. 6 വർഷമായിട്ട് അഹോരാത്രം ജയിച്ചിരിക്കുന്നത്. 5 മുമ്പ് വന്നവർക്ക് ഒരു പുതിയ അനുഭവമാണ്. ആളുകൾ ആരാധനയോടെ കാണുന്ന ഒരു ചരിത്രത്തിലെ പിതാവ് എല്ലാവരും ആരാധനയോടെ നോക്കിയിരുന്ന വ്യക്തിയാണ്. കേരളം അദ്ദേഹത്തിൻ്റെ പൊടിയും വഹിച്ചുകൊണ്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ യാത്ര ഏതാനും മണിക്കൂറുകളോട് നേതാവുന്ന 2 ദിവസം 17 മണിക്കൂറുകളുണ്ടായിരുന്നു. അപ്പം അത്രയേറെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ സൈക്കിളിൽ വേണ്ടി യാത്ര ചെയ്ത് എനിക്ക് വെലിക്കുളത്തേക്ക് പോകാനാണ്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ ബോർഡറാണ്. അവിടെ ഒരു ഓഫീസ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉണ്ടാകാൻ അതൊരനുഭവമാണ്. കുറച്ച് മുമ്പ് ഷാഫി പറമ്പിൽ വന്നിരുന്നു, ഇദ്ദേഹം അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. ഷാഫി പറമ്പിൽ MP യും മാണി സി കാപ്പന് വിജയാശംസകളുമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തി.